ലൈറ്റ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഞാൻ ഇപ്പോൾ ആമസോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രമുഖ സൈറ്റുകളിലായിക്കോട്ടെ റിംഗ് ലൈറ്റ് ഇപ്പോൾ നല്ല ഒരെണ്ണം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡിജിടെക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 10, 2000, 3000, 4000 ആ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇത്രയും കാശൊന്നും കൊടുക്കാണ്ട് നമുക്ക് അടിപൊളി റിംഗ് ലൈറ്റ് വീട്ടിലുള്ള സ്ക്രാപ്പുകളും അല്ലെങ്കിൽ വീട്ടിലുള്ള ആക്സസറീസൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആകെ ചുരുങ്ങിയ ചിലവ് നമുക്ക് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ പരിപാടിക്ക് പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട റിംഗ് ലൈറ്റിൻ്റെ റിങ്ങാണ്. അപ്പോൾ റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന വാഷിംഗ് മെഷീൻ്റെ ഡോർ റിംഗ് ആണ്. നിങ്ങൾക്കിപ്പോൾ വാട്ടർ ക്യാനിൻ്റെ അടിയോ ഇതുപോലെ റിംഗായിട്ട് കിട്ടുന്ന എന്ത് സബ്സ്റ്റൻസ് കൊടുക്കാം. പിന്നെ നമുക്ക് സോഫ്റ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള തുണി. അപ്പോൾ അത് നമ്മൾ റിങ്ങിൻ്റെ ഫസ്റ്റ് റിങ് വെച്ചിട്ട് ആദ്യം ഒരു സ്കെച്ച് റെഡിയാക്കിയിട്ട് അതിനൊരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷമില്ലേ നമുക്ക് ഈ തുണിയിൽ നമുക്ക് വെൽക്രോ ഫിറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ റിങ്ങുമ്മ മെയിൽ വെൽക്രോയും തുണിയുമ്മ ഫീമെയിൽ വെൽക്രോയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനും അത് പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഒരു ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് മടക്കി തുന്നുക ആദ്യം. അതിനുശേഷം വെൽക്രോയുമ്മ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ തുണി വയ്ക്കുന്നതിൻ്റെ കാര്യം ചില ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ ലൈറ്റിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ് സോഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ പരിപാടിക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 5 മീറ്റർ LED സ്ട്രിപ്പാണ് എടുത്തേക്കുന്നത്. അതപ്പോൾ ആ റിങ്ങിൻ്റെ ഇന്നർ സർഫസിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. വാഷിംഗ് മെഷീൻ്റെ ഡോറായ കാരണം ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് സ്ലാൻഡ് ചെയ്തിട്ട് നിൽക്കുന്നത് കണ്ടില്ല. അപ്പോൾ ആ സ്ലാൻഡ് ചെയ്ത ഭാഗത്താണ് ഞാൻ LED ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ലൈറ്റ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഇതിന് ഹാൻഡിലാണ്. ഹാൻഡിലല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ കുറ്റിയും കുളത്തിൻ്റെ കുളത്താണ് ഇവിടെ എടുത്തേക്കുന്നത്. കുളത്തല്ല, കുറ്റിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റി 4 ഭാഗത്തായിട്ട് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് നമുക്ക് മുകളിൽ നിന്ന് തൂക്കിയിടാം. ശരിക്കും എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സയൻസ് പറയുന്നത് മുകളിൽ നിന്ന് നമ്മൾ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. ഒബ്ജക്റ്റ് കാണാൻ വിഷ്വൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ മുകളിൽ നിന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് സിമെട്രിക്കലി, അതായത് 4 ഭാഗവും കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ക്ലിയർ ടേപ്പ് എന്നൊക്കെ പറയില്ലേ, അത് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അത് പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും വെള്ളം ഒന്നായിട്ട് പിന്നെ ഓണാക്കുമ്പോൾ ആ ഒരു ഇത് വേണ്ട, വേരിയേഷൻ വേണ്ട. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടേപ്പ് ഒട്ടിക്കുക. പിന്നെ നമ്മളിവിടെ പാരലലായിട്ടാണ് ഇവിടെ കണക്ഷൻസൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചുമ്മാ 4 റോ ഒന്നും ഈച്ച് റോയും കണക്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം വേണ്ട സോൾഡറിങ്സും ഇതൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് AC/DC അഡാപ്റ്ററാണ്. അപ്പോൾ 240 വോൾട്ടിൽ നിന്ന് നമുക്ക് DC വേണ്ടതാകെ 12 വോൾട്ടിൻ്റെ ആവശ്യമുള്ളൂ ഈ സർക്യൂട്ട് റൺ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബാറ്ററി വെച്ച് എത്ര നേരം യൂസ് ചെയ്യാൻ പറ്റില്ല, അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ എനിക്ക് ഈ അഡാപ്റ്ററിന് വന്നത് വെറും 120 രൂപയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, LED അതിൻ്റെ പേരിൽ ബാക്കിയുള്ള ബൾബുകൾ പോലെയല്ല, കറണ്ട് കൺസപ്ഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും എനിക്ക് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാ മീൽ വെൽക്രോയും ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ലൈറ്റ് ആക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ വൈറ്റ് സർഫസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെ നമുക്ക് റിംഗ് ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഓണാക്കിയതിൻ്റെ വീഡിയോ. ഇതാ സംഭവം ഉഷാറാണ്. ഇതിപ്പോൾ ഞാൻ മുകളിൽ നിന്ന് തൂക്കിയിട്ടേക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല കോൺട്രാസ്റ്റിലൊക്കെ നമുക്ക് നമ്മുടെ വിഷ്വലൈസേഷൻ കിട്ടും. ഇപ്പോൾ തന്നെ കണ്ടില്ല. ഇപ്പം എൻ്റെ പേര് കാർത്തിക്. ഇപ്പം ഇത്ര നേരം ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കായിരുന്നു. അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ സാധനം ഭയങ്കര ഐഡിയലിസ്റ്റിക്കാണ്. അവനെ സമയണം ഇങ്ങനത്തെ പൊളപ്പൻ ഐഡിയാസായിട്ട് വരുന്നതിന്. അപ്പോൾ ഈ സാധനം സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇതിങ്ങനെ വെച്ച് ഈ ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തുണ്ടാവുന്ന വേരിയേഷനും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവും. ഞാൻ തന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേമാതിരിയുള്ള ഐഡിയാസിനെ നമ്മൾ സാധാരണക്കാരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ചെക്കനെ എന്ത് ചെയ്തു കൊടുക്കണം, നമ്മളങ്ങ് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളങ്ങ് കയറി സബ്സ്ക്രൈബ് ചെയ്യാവുന്ന നല്ല അടിപൊളി വീഡിയോസായിട്ട് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും.